വിചാരിച്ച മാതിരി നമുക്ക് പോയാ നാണമില്ലല്ലോ ഇങ്ങനെ അടിയും കൊണ്ട് നില വിളിച്ചോണ്ട് വരാന്. സാറിന് ആണാണോ? ഇത്ര പേടിക്കൊണ്ടെന്നാണെന്ന് അറിഞ്ഞത് തന്നെ ഞങ്ങൾ സാറിന്റെ കൂടെ വരുന്നായിരുന്നു. സാർ ഇത്ര മരമോടനായി പോയല്ലോ. ഇത്രയും പേര് അടിച്ചിട്ട് ഒരു അടിയെങ്കിലും തിരിച്ചടിച്ചില്ല. അയ്യോ, ഞാൻ തിരിച്ചടിച്ചു, ദൈവസത്യമായിട്ട് തിരിച്ചടിച്ചു. പക്ഷെ അവന്മാർ അടിച്ച ഭാഗത്തിൽ ഞാൻ അടിച്ചത് നിങ്ങൾ കണ്ടില്ല. ഓ, പൊങ്ങറ്റം പറയുന്നത് കേട്ടില്ലേ? സാറേ, എന്തിനാ ഈ നീച്ച വെച്ച് ഇരിക്കുന്നത്? ഒരു അടിയെങ്കിലും അടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എത്ര അഭിമാനമായിരുന്നേ. ഒരു ഗോൾഡ് സ്പോട്ട്. ആരാണ് അടിച്ചത്? എന്താ മാഷെ ഇങ്ങോട്ടെങ്ങ് വരുന്നതേ ഇല്ലല്ലോ? സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന മുറിയിൽ വരുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചു. അതിന്റെ കണ്ടീഷൻ ഞങ്ങൾ എന്തോ വശപ്പഴയായിട്ട് ജീവിക്കുന്നവരെന്നാണല്ലോ. അയ്യോ, അങ്ങനെയൊന്നുമല്ല. കണ്ടാൽ കൊള്ളാവുന്ന അമ്മയും മകളും തനിച്ച് താമസിക്കുന്ന മുറിയിൽ ഒരു അന്യപുരുഷൻ പ്രവേശിച്ചാൽ അത് പൊതുജനമധ്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. മതി മതി, ഇഷ്ടമുണ്ടെങ്കിൽ എവിടെയും പോകാം. പറയുന്നവര് പറയട്ടെ. മാഷി ഇരുന്നാട്ടെ. സാറേ, ഞാനൊന്ന് ചോദിക്കട്ടെ, ആരാ സാറേ ഈ ഹരിചന്ദ്രന്റെ മാതിരി ശീലാവതിയെ പോലും ജീവിക്കുന്നത്? ഒരു കുഞ്ഞുമില്ല. എന്റെ നോട്ടത്തിൽ നിങ്ങൾ നല്ലവരാണ്. ഞാൻ അത്ര നല്ലവളൊന്നും അല്ല സാറേ. മറ്റുള്ളവരെ പോലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സത്യം ഞാൻ ഇപ്പോൾ കേട്ടു. ഈ അമ്മ ഒരു വായടിയാണ്. പെണ്ണുങ്ങളെ കുറിച്ച് രഹസ്യമൊക്കെ വേണം. നീ ഒന്ന് ചുമ്മാതിരിടി. രഹസ്യം ഏതാണെന്ന് എനിക്കറിയാം. നമ്മളിവിടെ ചേർന്നു. ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ശരിയാണെങ്കിൽ 4-5 ലക്ഷം രൂപ കിട്ടും. ഇതല്ലേടി രഹസ്യം? ഇത് ഞാൻ ആരടുത്തെങ്കിലും പറഞ്ഞോടി? നീ ഒന്നും മിണ്ടാതിരുന്നേ. എനിക്ക് ഒരു കാലം വരും, ഒരു വർഷം ഒന്ന് കഴിഞ്ഞോട്ടെ, ഒരു 4-5 ലക്ഷം രൂപ ഇവിടുന്ന് കിട്ടും. അപ്പൊ ഇവന്റെയൊക്കെ കണ്ടീഷൻ എടുത്ത് ഞാൻ ദൂരെ അറിഞ്ഞിട്ട് മാഷിനെ വെച്ച് ഞാനൊരു ഡാൻസ് കമ്പനി നടത്തും. അമ്മേ, എന്താ അതൊരു പാവ, അതങ്ങനെ ചുമ്മാ ആടും. മാഷ് പോണം, ഞങ്ങൾക്കൊന്ന് വെളിയിലേക്ക് പോണം. വന്ദനം. വന്ദനം. ചുമ്മാ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ അനുഭവം അറിയാമല്ലോ. ഹലോ, ലങ്കയിൽ നിന്നും വിഭീഷണൻ സംസാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പ്രതിജ്ഞ മറക്കരുത്. നമ്മുടെ കരാറിനെ പറ്റി ആരോടും പറഞ്ഞു പോകരുത്. പറഞ്ഞാൽ നിങ്ങൾക്ക് ആപത്താണ്. ഓർമ്മയിരിക്കട്ടെ. പൊന്നു രാവണം മുതലാളി, അറിയാണ്ട് പറഞ്ഞു പോയതാ. ഇന്ന് രക്ഷം വേണ്ടുവേല. ഇത്ര ധൃതി എന്താ? ഇരിക്കണം. ഞാൻ വിചാരിച്ചു മിസ് മഹേശ്വരി എന്നെ മറന്നു കാണുമെന്ന്. കൊള്ളാം. മിസ്റ്റർ ശേഖറിന്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടല്ലേ എനിക്ക് ഈ പഞ്ചവടിയിൽ സെക്രട്ടറി ജോലി കിട്ടിയത്. ആ നന്ദിയല്ല ഇക്കാലത്ത് ആരെങ്കിലും ഓർക്കും. ആരും ഓർത്തില്ലെങ്കിലും ഞാൻ എന്നും ഓർക്കും. അത് മതി. ആ ഓർമ്മയുടെ തണലിൽ എന്റെ മനസ്സിൽ 1000 സ്വപ്നങ്ങൾ വിടർന്നുകൊണ്ടിരിക്കും. എന്റെ നന്ദി വാക്കുകൾക്ക് ഇത്ര ശക്തി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഒരു യുവതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയുടെ മുമ്പിൽ എന്നെപ്പോലുള്ള ഒരുവൻ ചിലപ്പോൾ ബലഹീനനായി. അടിയുടെ കുറവാണ്. കരണക്കുറ്റി നോക്കി 2 പൊട്ടിച്ചാൽ ഇതൊക്കെ മാറും. എടോ, കൊള്ളാവുന്നവർ സംസാരിക്കുമ്പോൾ ചോദിക്കാതാകത്ത് വരാം. മാസ്റ്റർക്ക് എന്റെ അടുത്ത് എപ്പോഴും വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാസ്റ്റർ, എന്താണ് ഇത്ര ക്ഷോഭം? താൻ ആരെയാണ് അടിക്കുമെന്ന് പറഞ്ഞത്? അയ്യോ, സാറിനെ അല്ല, ഇവിടുത്തെ ഡാൻസ് മാസ്റ്റർ രാമുണ്ണി. എന്തിനാ?
എന്റെ ശിഷ്യ രജനിയുടെ അമ്മയോട് ആ ഡാൻസ് മാസ്റ്റർ പറയാൻ പാടില്ലാത്ത ഏതോ പറഞ്ഞു. ആ തള്ള സമ്മതിച്ചില്ല. ഓഹോ, അതുകൊണ്ടാണോ രജനിയുടെ പേര് മദ്രാസിലേക്ക് അയക്കുന്ന ഡാൻസ് പാർട്ടിയിൽ ചേർക്കണ്ടെന്ന് പറഞ്ഞത്? അവനും നമ്മളെപ്പോലെ ഒരു പെൺകോന്തനാ സാറ്. പിന്നെ രജനിയുടെ പേര് കൂടി സാർ ലിസ്റ്റിൽ ചേർത്തുകൊള്ളണം. രജനിയുടെ പേരിൽ മാസ്റ്റർക്ക് എന്താ ഇത്ര ഒരു പ്രത്യേകത? അയ്യോ, തെറ്റിദ്ധരിക്കരുത്. കലയുടെ പേരിൽ ഒരു മമത. അതോ ഡാൻസ് മാസ്റ്ററുടെ വല്ല പദ്ധതിയും മാസ്റ്റർ മനസ്സിലും ഉണ്ടോ? അത് സാറിന്റെ സ്വഭാവം. എന്താ ഇവിടെ പോലീസ് കേസ് വല്ലതുണ്ടോ? പരമ രഹസ്യമാണ്. അതെ, ഈ ഫോട്ടത്തിൽ കാണുന്ന പോലെ ഒരാള് സൗകര്യമായിട്ട് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് കാട്ടിത്തരാമോ? ഈ മാതിരി ഇവിടെ ആരുമില്ല. ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? സൗകര്യമല്ലോ. എന്നാ ഇനി എവിടെ ഉണ്ടെന്നും കൂടെ അങ്ങോട്ട് പറഞ്ഞോളൂ. മാസ്റ്ററെ, നിങ്ങൾ ഇവിടെ പാട്ട് പഠിപ്പിക്കാൻ വന്നോ അതോ കള്ളനെ പിടിക്കാൻ വന്നോ? പാട്ട് പഠിപ്പിക്കാൻ. എന്നാൽ ആ ജോലി നോക്കിയാൽ മതി. പോലീസുകാരോട് വെറുതെ അതും ഇതും ഒക്കെ പറഞ്ഞു കൊടുത്താൽ ആ കള്ളൻ നിങ്ങളെ വെറുതെ വിടുമോ? അയ്യോ, ഞാനിതൊന്നും ഓർമ്മിച്ചില്ല. ഏട്ടങ്ങത്തെ ഞാൻ അറിഞ്ഞതുമില്ല, കേട്ടതുമില്ല. എനിക്ക് എന്റെ പാട്. മൊത്തയ്യേ, മാഷ് ഒരു പാവാന്നാ തോന്നുന്നത്. അയാളെ ഒന്നും കണ്ടു കാണില്ല. ചുമ്മാ ഇരുന്നാട്ടെ ഏട്ടങ്ങുന്നേ. അവന്റെ കൊരനായ്ക്ക് പിടിച്ചിട്ട് ഇടിയിടിച്ചാലുണ്ടല്ലോ, ഈ ഫോട്ടോ ഉള്ളതിന് അവന്റെ അപ്പനെയും കണ്ടെന്ന് പറയും. ആ ഫോട്ടോ കയറണം. ഇവൻ എന്റെ നോട്ടപ്പുള്ളിയാണ്. വച്ചോളൂ. ഏട്ടങ്ങന്നേ, ഫോട്ടോ കൊടുത്താല് നമ്മൾ ആള് തെറ്റി വേറെ വല്ലതും അറസ്റ്റ് ചെയ്തു പോകും. ഗുരുവായൂരപ്പാ, അധർമ്മം അതൊരിക്കലും പാടില്ല കേട്ടോ മത്തായി. നിത്യവും അധികാരമുള്ള ഉദ്യോഗസ്ഥരല്ലേ, സൗകര്യമായിട്ടൊന്നിരുന്ന് പിടിക്കട്ടെ. അങ്ങനെ വന്നാട്ടെ, നമുക്ക് ഈ മാഷെ കസ്റ്റഡിയിൽ എടുത്ത് ലോക്കപ്പിൽ ഇട്ടുണ്ടല്ലോ, കാര്യങ്ങൾ അഞ്ഞനം വെച്ച് തെളിയുന്ന പോലെ തെളിയും. സത്യമില്ലാത്ത ലോകം. നമ്മളൊന്നും ഈ പണിക്ക് പറ്റിയതല്ല മത്തായി. അത് ശരിയാ, അങ്ങനെ വന്നാട്ടെ. എന്തിനവിടെ വന്നു? ഞാൻ സുൽത്താൻ ബഹദൂറിനെ ഒന്ന് കാണാൻ വന്നതാണ്. ഞാൻ അങ്ങയെക്കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ വന്നതാണ്. എവിടെ എവിടെ? ഹായ് സമർത്ഥൻ. നെഞ്ചകം കൂളുർക്കെ ഞങ്ങൾ നെഞ്ചകം കൂളുർക്കെ ഞങ്ങൾ പഞ്ചവടി വാസികള പിഞ്ചു വൈഭൈതങ്ങൾ ചേർന്നു വാഴ്ത്തിയിടുന്നങ്ങേ. അങ്ങയുടെ രൂപം കണ്ടു ഞങ്ങളൊക്കെ മോഹിക്കട്ടെ.